ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ അവിടെ പോയില്ലെങ്കിൽ നിത്യാമ്മ വീണ്ടും നിത്യാമ്മയുടെ വീട്ടിലേക്ക് പോകേണ്ടി വരൂലേ? അത് വേണ്ട അച്ഛ. കല്യാണി ഇവിടെ നിന്ന് പോയിക്കോളാം. എന്റെ അച്ഛനും അമ്മയും ഒന്നിച്ചിവിടെ ഉണ്ടായാൽ മാത്രം മതി. മാഡം, ആ സുജാതയെ വിസ്തരിക്കുമ്പോ മാഡത്തിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഒരേ ഉത്തരം കൂടുതൽ കൂടുതൽ തവണ എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലേ വേണ? സുജാതയെ ഞാനെന്തിനു പേടിക്കണം? മറിച്ച് നാളെ എന്റെ മുന്നിലെത്തുന്ന സുജാത പേടിക്കണം. കാരണം സുജാതയ്ക്ക് പകയില്ല, എനിക്കതുണ്ട്. നാളെ ഞാൻ കാത്തിരുന്ന ദിവസം, എന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ സുജാത എത്തുന്ന ദിവസം. എന്താ മോളെ? അച്ഛാ, ഞാൻ വീണാമ്മയുടെ കൂടെ പൊക്കോളാം. മോളെന്താ പറഞ്ഞേ? ഞാൻ പോവാതെ പറ്റോ അച്ഛാ? അല്ലെങ്കിൽ അവരെന്നെ പിടിച്ചുകൊണ്ട് പോവില്ലേ? എന്നെ കോടതി കൊണ്ടുപോയി നിർത്തില്ലേ? മോളോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? എന്നോട് അപ്പൂപ്പൻ പറഞ്ഞതാ. അച്ഛാ, ഞാൻ കരയില്ല അച്ഛാ. സത്യമായിട്ടും കരയില്ല. നിത്യാമ്മേ, എവിടെ പോയി കിടക്കുന്നു? അമ്മാവാ, അമ്മാവാ, അമ്മാവൻ എന്തൊക്കെയാ മോളോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ഇവളോട് പോവാൻ പറഞ്ഞോ? എന്റെ കുഞ്ഞിനെ പേടിപ്പിച്ചോ? ഞാൻ പേടിപ്പിച്ചൊന്നുമില്ല. എന്തിനാ അമ്മാവ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇവള് കുഞ്ഞാണെന്നെങ്കിലും ആലോചിക്കണ്ടേ? പണ്ടേ ഉള്ളതാ. എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം ചെയ്തു വെക്കും. എന്നിട്ട് അനുഭവിക്കാൻ ഞാനുണ്ടല്ലോ. ഞാൻ പിന്നെ എന്ത് ചെയ്യണതാ നീ പറയുന്നേ? നിന്റെ കയ്യില് ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? ഉണ്ടോടാ? കോടതി കാര്യങ്ങൾ തടയാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ നിന്റെ കയ്യിലുണ്ടോ? ശരിയാ, വേണമെങ്കിൽ പിരിയാൻ തയ്യാറാണ്, ചാവാൻ തയ്യാറാണെന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും. ഇനി അതുകൂടെ കാണണോടാ ഞാൻ? അതുകൊണ്ടല്ലേ ഞാൻ എന്റെ കുഞ്ഞിനോട് പറഞ്ഞേ, ഇതൊന്നും പറഞ്ഞ് ജയിക്കാനൊന്നുമല്ല, എല്ലാം കൂടി തകരാതിരിക്കാൻ വേണ്ടിയാ. നിങ്ങളുടെ ജീവിതം ഉൾപ്പെടെ അതിന്റെ പേരില് എന്നെ എന്ന് പറഞ്ഞു വേണമെങ്കിലും കുറ്റപ്പെടുത്തിക്കോ. ദൈവമേ, ഇതില്ലാണ്ട് വേറെ ഒരു മാർഗവും തന്നില്ലല്ലോ ഈശ്വര. അച്ഛാ, എന്റെ ആദിയുടെയും വലിയൊരു ആഗ്രഹമായിരുന്നില്ലേ നിത്യാമ്മയും അച്ഛനും ഒന്നിച്ചുണ്ടാവണമെന്ന്? ഞാൻ അവിടെ പോയില്ലെങ്കിൽ നിത്യാമ്മ വീണ്ടും നിത്യാമ്മയുടെ വീട്ടിലേക്ക് പോകേണ്ടി വരൂലേ? അത് വേണ്ട അച്ഛാ. കല്യാണി ഇവിടെ നിന്ന് പോയിക്കോളാം. എന്റെ അച്ഛനും അമ്മയും ഒന്നിച്ചിവിടെ ഉണ്ടായാൽ മാത്രം മതി. കേട്ടോടാ?
ഇതിനോട് പകരം പറയാൻ പോലും അച്ഛന്റെ നാവിലൊരു വാക്കില്ലല്ലോടി. என்னாச்சம்மா? என்னம்மா கண்ணெல்லாம் கலங்கிருக்கு? என்னம்மா உங்களுக்கு என்னாச்சு? നാളെയല്ലേ ശരവണ കോടതിയിൽ മൊഴി കൊടുക്കാൻ പോകേണ്ടത്. അവനെ കാണണ്ടേ? അവന്റെ മുൻപിൽ ചെന്ന് നിൽക്കണ്ടേ? ഏതമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റുക? കൺമുമ്പിലില്ലെങ്കിലും ഏത് തരക്കാരനായാലും എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതാൻ പറ്റും. ഇനിയിപ്പോ കോടതിയുടെ ഇടുങ്ങിയ മുറിയില് എന്റെ കൺമുമ്പിൽ തന്നെ വന്ന് നിൽക്കില്ലേ? അമ്മ, എല്ലാവരും കരുതും അവൻ കുറ്റവാളിയല്ലേ, കൊലപാതകയല്ലേ. അങ്ങനെയൊക്കെ ആയപ്പോ അമ്മയുടെ മനസ്സിൽ നിന്നും പൂർണ്ണമായും പോയിട്ടുണ്ടാവുമെന്ന്. പക്ഷെ നെഞ്ചിൽ കൊണ്ട് നടന്നവർക്കറിയാം അങ്ങനൊന്നും പറ്റില്ല. അവൻ എന്റെ കൺമുമ്പിൽ കിടന്ന് അലറി വിളിക്കുമ്പോ അവൻ കുഞ്ഞുനാള് കിടന്ന് കരഞ്ഞ് കരച്ചില്ല എന്റെ മനസ്സിൽ. അവൻ എന്റെ നേരെ കത്തിയെടുത്ത് നിൽക്കുമ്പോ പോലും കുഞ്ഞുനാളിലൊരു പേനയോ പെൻസിലോ എടുത്ത് എന്റെ അടുത്ത് കളിക്കാൻ വരുന്ന ഒരു ചിത്രമാണ്. അമ്മമാരുടെ മനസ്സിൽ നിന്ന് അതെങ്ങനെ മായ്ച്ചു കളയാനൊന്നും പറ്റില്ല. அம்மா அம்மா நான் சொன்னது அம்மா நான் சொல்றது தப்பா நினைக்க கூடாது. அம்மா மதுர நொம்பர காற்று